ഇന്നത്തെ പ്രധാന ഒരു ചർച്ചാ വിഷയം എന്ന് പറഞ്ഞാൽ കൊച്ചി കോർപ്പറേഷനിലെ മേയർ സ്ഥാനാർത്ഥിത്വമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ മുൻപേ നമ്മളെല്ലാം പ്രതീക്ഷിച്ചിരുന്ന ആൾ ആവാതിരിക്കുകയും മറ്റ് 2 പേര് 2 ടേമിലായിട്ട് മേയറായിട്ട് വരാൻ പോവുകയാണ്. അപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കാൻ എൻ്റെ ഒപ്പം ഉള്ളത് KP സേതുനാഥാണ്. സർ, ഇപ്പോൾ വാർത്തകളിൽ പ്രധാനമായിട്ടും ഇതിനോടുള്ള പ്രതികരണങ്ങളും ഇപ്പോൾ ആദ്യം തീരുമാനിച്ചിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ നമ്മളൊക്കെ കേട്ടിട്ടുണ്ടായ ദീപ്തി മേരി വർഗീസ് KPCC അംഗമൊക്കെയാണ്. അപ്പോൾ അവരെ ഒഴിവാക്കിയിട്ട് വേറെ 2 പേരാണ് വന്നിട്ടുള്ളത്. VK മിനിമോൾ ആദ്യത്തെ ടേമിലും രണ്ടാമത്തെ ടേമിൽ ഷൈനി മാത്യു. അപ്പോൾ തുടക്കം തന്നെ ഒരു വലിയൊരു വിജയമൊക്കെ നേടി തുടക്കം തന്നെ ഒരു കലഹത്തിൻ്റെ ഒരു ലക്ഷണങ്ങളാണ് കാണുന്നത്. അപ്പോൾ സാർ എങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത്? തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളുടെ ഫലം വന്നപ്പോഴത്തേക്ക് കേരളത്തിൽ മുഴുവൻ നിറഞ്ഞു നിന്ന ഒരു സാധനം എന്ന് പറയുന്നത് കോൺഗ്രസ്സിലെ ഐക്യവും സംഘടനാപരമായിട്ടുള്ള കെട്ടുറപ്പുമാണ് ആ വിജയത്തിൻ്റെ പിന്നിലെന്നായിരുന്നു എല്ലാവരും പറഞ്ഞത്. പക്ഷേ തിരഞ്ഞെടുപ്പ് ഫലം കഴിഞ്ഞൊരു 10 ദിവസം കഴിയുമ്പോൾ തന്നെ ഈ ഐക്യവും സംഘടനാപരമായ കെട്ടുറപ്പും എല്ലാം തന്നെ അത്ര പറഞ്ഞതുപോലെ ഇല്ല എന്നാണ് കാണിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പം ഹരി സൂചിപ്പിച്ച കൊച്ചി കോർപ്പറേഷൻ മേയർ സ്ഥാനത്തെ കുറിച്ചിട്ടുള്ള തർക്കം. ഇപ്പം കഴിഞ്ഞ ദിവസം മേയർ സ്ഥാനാർത്ഥിത്വത്തിൻ്റെ പേരുകൾ പുറത്തു വന്നതോടുകൂടിയിട്ട് അത് കോൺഗ്രസിനുള്ളിൽ തന്നെ ജില്ലയിലെ കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ വിമർശനങ്ങൾക്കും വലിയ എതിർപ്പുകൾക്കും എല്ലാം കാരണമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് എറണാകുളത്ത് മാത്രമുള്ള സാധനമല്ല. ഇപ്പോൾ തൊടുപുഴയിൽ ഇതുപോലെ തന്നെ അവിടുത്തെ മേയർ അവിടെ തൊടുപുഴ മുനിസിപ്പാലിറ്റിയുടെ ചെയർമാൻ സ്ഥാനത്തെ ചൊല്ലിയാണ് തർക്കമെന്ന് കരുതുന്നു. ഈരാറ്റുപേട്ട വേറൊരു മുനിസിപ്പാലിറ്റിയാണ്. ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയെ കുറിച്ചിട്ടും ഇതുപോലെ തർക്കമുണ്ട്. അവിടെ തർക്കം കോൺഗ്രസിനുള്ളിലല്ല, കോൺഗ്രസും ലീഗും തമ്മിലാണ് തർക്കം. അപ്പോൾ ഇതിൽ കാണിക്കുന്ന ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ ഇപ്പം എറണാകുളം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രസ്റ്റീജിയസ് ആയിട്ട് ഉള്ള ഒരു കോർപ്പറേഷനാണെന്ന് മാത്രമല്ല, എറണാകുളം ജില്ല കോൺഗ്രസിലെ ഏറ്റവും ശക്തമായിട്ടുള്ള ജില്ലയാണ്. ഇപ്പോഴത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം അനുസരിച്ചിട്ടാണെങ്കിൽ ഈ ജില്ലയിലെ 14 സീറ്റും ഏതാണ്ട് UDF കിട്ടുമെന്നാണ്. UDF കിട്ടുമെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടുന്ന കോൺഗ്രസ്സിന് കിട്ടുന്ന ഒരു ജില്ലയായിരിക്കും അത്. കാരണം ബാക്കി UDF ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടാൻ പോകുന്ന ജില്ല എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയാണ്. അവിടെ 16 സീറ്റാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഭൂരിഭാഗവും മുസ്ലിം ലീഗിനാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ജില്ലയിൽ സാധാരണഗതിയിൽ എല്ലാവരും പ്രതീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് അടുത്ത 6 മാസത്തിനുള്ളിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഇത്തരത്തിലുള്ള കാലുഷ്യങ്ങൾ ഉണ്ടാവാതിരിക്കുക എന്നുള്ളതാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അതിന് നേരെ വിപരീതമായിട്ടാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. എന്ന് മാത്രമല്ല, ഈ മേയർ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ചിട്ടുള്ള വളരെ പ്രകടമായിട്ടുള്ള ചില അഭിപ്രായങ്ങൾ വന്നിരുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ലത്തീൻ സഭ വളരെ ഓപ്പണായിട്ട് വന്നിട്ട് പറഞ്ഞു, ഒരു ലത്തീൻ സമുദായത്തിൽ നിന്നുള്ള ഒരാളിനെ ഇതാക്കണമെന്ന് പറഞ്ഞു, മേയറായിട്ട് തിരഞ്ഞെടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനെതിരെ പ്രതിപക്ഷ നേതാവ് VD സതീശനില്ല, അങ്ങനെ ആരും പറയുന്നത് നമ്മൾ അംഗീകരിക്കത്തില്ല എന്നെല്ലാം വളരെ ശക്തമായ ഭാഷയിൽ പറഞ്ഞു. പക്ഷേ ഇതൊക്കെയാണെന്നുണ്ടെങ്കിലും മേയർ സ്ഥാനാർത്ഥിത്വത്തിൻ്റെ തിരഞ്ഞെടുപ്പും അതും ബാക്കി വയ്ക്കുന്നത് അത്ര സുഖകരമായിട്ടുള്ള ഒരു അനുഭവമല്ല കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, UDFനെ സംബന്ധിച്ചിടത്തോളം. കാരണം ഈ ഒരു നഗരസഭകളിലെ ഭരണ ചുമതലയുള്ള ആളുകളെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ഇത്രയധികം തർക്കങ്ങളും അധികാര വടംവലികളും നടത്തുന്ന ഒരു മുന്നണി നാളെ സംസ്ഥാന നിയമസഭയിൽ അല്ലെങ്കിൽ സംസ്ഥാന ഭരണം കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും ഇവരുടെ ഇതൊന്ന് വോട്ട് ചെയ്യുന്ന ജനങ്ങൾ ചിന്തിച്ചാൽ അത്ഭുതപ്പെടാനില്ല. അത് ആ ഒരു വികാരം കണക്കിലെടുത്ത് വേണം കോൺഗ്രസിൻ്റെ നേതാക്കളോ അല്ലെങ്കിൽ UDFൻ്റെ നേതാക്കളും ഇത്തരം കാര്യങ്ങളെ കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു മുന്നറിയിപ്പാണ് എറണാകുളം കോർപ്പറേഷനിലെ മേയറെ സംബന്ധിച്ചിട്ടുള്ള ഈ തർക്കങ്ങൾ നമ്മളോട് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ 3 പേരായിരുന്നു പ്രധാനമായിട്ടും ഉള്ളത്. അതിൽ ഏറ്റവും പ്രമുഖമായിട്ട് ഈ പേരുകൾ വന്നത് ദീപ്തി മേരി വർഗീസിൻ്റെ പേരാണ്. അവർ KPCC ജനറൽ സെക്രട്ടറിയാണ്. അവരെ ഒഴിവാക്കിയ രീതിയെക്കുറിച്ച് അവർ വളരെ പരസ്യമായിട്ട് തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. അവരെ സംഘടനാപരമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് അവരെ ഒഴിവാക്കിയതെന്നും അത് വേണ്ട നിലയിൽ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല എന്നുമെല്ലാമാണ് അവരുടെ പരാതി. അവർ മാത്രമല്ല, വേറൊരു KPCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അഭിലാഷ് എന്ന് പറയുന്ന ആളും അദ്ദേഹവും ഇതേ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, പരാതി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് പാർട്ടി നേതൃത്വത്തിന് പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ സാമുദായികവും അല്ലെങ്കിൽ അങ്ങനെയുള്ള കൺസിഡറേഷൻസ് ഒന്നും ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ ഒരു പക്ഷേ നമ്മൾ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് സാമുദായികവും സാമ്പത്തികവും മറ്റുമായിട്ടുള്ള പലതരം സ്വാധീനങ്ങളുടെ
ഫലമായിട്ടാണ് ഓരോ സ്ഥാനമാനങ്ങളും പങ്കുവയ്ക്കപ്പെടുന്നതെന്നാണ്. ഇപ്പം ഇന്ന് രാവിലെ നമ്മുടെ ഒരു സുഹൃത്തായ ഒരു പത്രപ്രവർത്തകൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അദ്ദേഹം 3 തവണ കൗൺസിലറായിട്ടുള്ള എറണാകുളത്ത് നിന്ന് കൗൺസിലറായിട്ടുള്ള ഒരു കോൺഗ്രസിൻ്റെ പ്രതിനിധി, അദ്ദേഹത്തിൻ്റെ പേര് ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് വളരെ ഇതായിട്ട് പരിഗണിക്കപ്പെട്ടിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. അതനുസരിച്ചിട്ട് അദ്ദേഹമായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ വാചകം വളരെ ശ്രദ്ധേയമാണ്. അല്ല, ഡെപ്യൂട്ടി മേയർ ആവുന്നില്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞത് അതല്ല, എന്നെ വിറ്റുപോയി എന്നാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സാധനം, അല്ലെങ്കിൽ ഇങ്ങനെ വിറ്റുപോയി എന്ന് പറയുന്ന തരത്തിലുള്ള നിലയിലാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ്, വളരെ ക്രൂഷ്യലായിട്ടുള്ള തെരഞ്ഞെടുപ്പ് കഴിയുകയും വളരെ നിർണായകമായ മറ്റൊരു തെരഞ്ഞെടുപ്പ് പടിവാതിലിൽ എത്തി നിൽക്കുകയും ചെയ്യുമ്പോൾ UDF നേതൃത്വവും കോൺഗ്രസ് നേതൃത്വവും തങ്ങളുടെ തീരുമാനങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് അവരെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ഗുണകരമാവില്ല എന്നാണ് നമുക്ക് പറയാൻ കഴിയുക. അതുപോലെ ഇപ്പം തൊടുപുഴയിൽ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ തൊടുപുഴയിൽ വളരെയധികം ഭൂരിപക്ഷത്തോടു കൂടിയിട്ടാണ് UDFും ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ ഇപ്പോൾ ഇവർ പറയാൻ ഉദ്ദേശിക്കുന്ന, അല്ലെങ്കിൽ ഇവർ ഇത് ചെയ്യുന്ന ഒരു മറ്റേ മുനിസിപ്പൽ ചെയർമാനെതിരെ ഓൾറെഡി പോസ്റ്ററുകൾ ഇന്ന് പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയിട്ടുള്ളതാണ്. ആ പരിസരത്തെല്ലാം പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. ഇത് മാത്രമല്ല, കോൺഗ്രസിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട 10 കൗൺസിലർമാരിൽ 9 പേര് ഒപ്പിട്ട ഒരു നിവേദനം ജില്ലാ നേതൃത്വത്തിനും KPCC സംസ്ഥാന നേതൃത്വത്തിനും എല്ലാം തന്നെ പോയിട്ടുണ്ട്. ഈരാറ്റുപേട്ടയിലെത്തുകയാണെന്നുണ്ടെങ്കിൽ കോൺഗ്രസും ലീഗും തമ്മിലാണ് അവിടെ ഒരു അഭിപ്രായ വ്യത്യാസമുള്ളത്. കോൺഗ്രസ് പറയുന്നത് ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയുടെ ചെയർമാൻ സ്ഥാനം 2 ടേമുകൾ, ഒരു ടേമിൽ ലീഗും ഒരു ടേമിൽ കോൺഗ്രസും എന്നുള്ള നിലയിൽ വീതിച്ച് നൽകണമെന്നാണ്. പക്ഷേ ലീഗ് അതിന് തയ്യാറല്ല. കാരണം അവിടുത്തെ മൊത്തം സീറ്റുകളിൽ 9 സീറ്റ് ലീഗിനും 5 സീറ്റ് കോൺഗ്രസിനും എന്നുള്ള ഇതിലാണ്. അപ്പോൾ അതിൽ ലീഗുകാർ പറയുന്നത് അവർക്ക് വൈസ് ചെയർമാൻ സ്ഥാനം കൊടുക്കാമെന്നാണ് കോൺഗ്രസ്സിന്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള തർക്കം നിൽക്കുന്നു. അപ്പോൾ ഈ കേരളത്തിൽ ഉടനീളം ഇതുപോലുള്ള ഓരോ പ്രദേശങ്ങളിലെയും ഡീറ്റെയിൽസ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള തർക്കങ്ങളുണ്ട്. ഇപ്പോൾ സാധാരണഗതിയിൽ ഇതിൽ അസ്വാഭാവികമായിട്ട് എന്തെങ്കിലും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. കാരണം രാഷ്ട്രീയത്തിൽ സ്വാഭാവികമാണ്, പ്രത്യേകിച്ച് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇത് വളരെ പ്രകടമായിട്ട് ഇത് പ്രകടിപ്പിക്കാറുമുണ്ട്. എന്ന് മാത്രമല്ല, പല കോൺഗ്രസ്സുകാരും അതിനെ അവകാശപ്പെടുന്നത് അത് സംഘടനയിലുള്ള ജനാധിപത്യ ബോധം എന്നുള്ളതിന്, ജനാധിപത്യപരമായ സംഘടനാ സംവിധാനം ആയതുകൊണ്ടാണ് ആളുകൾക്ക് വന്ന് പുറത്ത് ഇത് പറയാനായിട്ട് പറ്റുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ അത്തരം ജനാധിപത്യ ബോധം ഈ വോട്ട് ചെയ്യുന്ന ജനങ്ങൾക്ക് എത്രത്തോളം ബോധ്യമാവും എന്നുള്ള കാര്യം കൂടെ നമ്മൾ ആലോചിക്കേണ്ടത്. പലപ്പോഴും ജനാധിപത്യ ബോധം എന്ന് പറയുന്നത് ഈ സാമ്പത്തികവും സാമുദായികവുമായിട്ടുള്ള പലതരം സ്വാധീനങ്ങളെ വഴിപ്പെടുന്നതിന് ജനാധിപത്യ ബോധം എന്ന് പറഞ്ഞ് എന്താ പറയുന്നത് നീതീകരിക്കാനാണ് കോൺഗ്രസ് നേതൃത്വം ശ്രമിക്കുന്നത്. പലപ്പോഴും നമുക്കറിയാതെ ജനാധിപത്യ ബോധമൊന്നുമല്ല, പലതരത്തിലുള്ള ഒത്തുതീർപ്പുകളുടെ ഭാഗമായിട്ടാണ് അത് നടക്കുന്നത്. ഇപ്പം കോൺഗ്രസിൻ്റെ കാര്യം മാത്രമല്ല ഇത്, അപ്പുറത്ത് ഇടതുമുന്നണിയിലായാലും NDA മുന്നണിയിലായാലും ഏതാണ്ട് സമാനമായിട്ടുള്ള തർക്കങ്ങളും ചരടുവലികളും നടക്കുന്നുണ്ടെന്നറിയാം. ഇപ്പം രാജ്യം ആകെ ഉയർത്തിപ്പിടിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇതുവരെ അവർക്ക് ഒരു മേയർ സ്ഥാനാർത്ഥി ആരെന്ന് നിശ്ചയിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല, NDAക്ക് കഴിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ അതെല്ലാം തന്നെ കാണിക്കുന്നത് ഈ പാർട്ടികളിൽ എല്ലാം തന്നെ നിലനിൽക്കുന്ന പലതരം ലോബികളുടെ സ്വാധീനവും അവരുടെ അതിൻ്റെ അല്ലെങ്കിൽ വിലപേശലുകളുമാണെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പൊതുവിലുള്ള ഒരു സ്ഥിതിവിശേഷം.